400ഓളം കുടുംബങ്ങളെ ബാധിച്ച ഒരു വലിയ ദുരന്തമാണ്. ആ ദുരന്തത്തിന് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? വലിയ ഡയലോഗ് ആയിരുന്നല്ലോ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട്. പുരുഷന്മാർ ഏതൊക്കെ മേഖലയിലുണ്ടോ ആ മേഖലയിലൊക്കെ കയറി ചെല്ലാൻ പറ്റും എന്ന് ഊറ്റം കൊള്ളുന്ന സ്ത്രീകൾക്ക് എവിടെയായിരുന്നു? ഇന്നും ഇന്നലെയായിട്ടേ ഈ കാര്യം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കളിയാക്കിയ കുറെ പേരുണ്ട്. അവരോടാണ് പറയാനുള്ളത്, നിനക്കറിയോന്നറിയില്ല, വെറും 49 മണിക്കൂർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബെയിലി പാലമില്ലേ, അതിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത് മിലിറ്ററിയുടെ തന്നെ അഭിമാനമായ ധീരവനിത മേജർ ഷെൽക്കയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചെന്ന സമയത്താണ് മനസ്സിലായത് ചാലിയാറിലൂടെ ഒഴുകി വരുന്ന മൃതശരീരങ്ങൾ പൂർണ്ണമായിട്ടുള്ള മൃതശരീരമൊന്നുമല്ല, അവയവങ്ങൾ മാത്രം വരുന്ന സമയത്തും അവ കഴുകി വൃത്തിയാക്കി തിരിച്ചറിയാൻ വേണ്ടി വയനാട്ടിലേക്ക് ബന്ധുക്കളുടെ അടുത്തേക്ക് കൊടുത്തയക്കുന്നത് ചില സഹോദരിമാരാ. എടാ നിനക്ക് അറിയോന്നറിയില്ല, നീ വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് വയനാട്ടിൽ പാതിരാത്രിക്ക് ഉണ്ടായ ഉരുൾപൊട്ടലിന് വലിയ ദുരന്തത്തിന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള സംഗതികൾ ചെയ്യാൻ വേണ്ടി ഓടിയെത്തിയ ഡോക്ടർമാരിൽ പലരും ഈ ചെറുതായി കണ്ട സ്ത്രീകളായിരുന്നു. കാരണം നിനക്ക് അറിയാമെന്നറിയില്ല, ദുരന്തത്തിന്റെ 1-ാം ദിവസം തൊട്ട് എന്റെ സ്റ്റുഡന്റായ ഫാത്തിമ ഫെബിൻ അടക്കമുള്ള ആളുകള്, സഹോദരിമാര് അവിടെ കുറെ പേര് പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം വീട്ടിൽ നിന്ന് പാകം ചെയ്ത് പൊതിയാക്കിയിട്ട് ആ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചത് സഹോദരിമാരായിരുന്നു. മാത്രമല്ല ആ ദുരന്ത മേഖലയിൽ വ്യത്യസ്തമായ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരില്ലേ, അവർക്ക് എല്ലാവർക്കും മനോധൈര്യം കൊടുത്തുകൊണ്ട് കുട്ടികളെയും വീടൊക്കെ ഞങ്ങൾ നോക്കിക്കോളെ ഇക്ക ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനോധൈര്യം കൊടുത്ത് പറഞ്ഞു വിട്ടതും നീ കളിയാക്കിയ സഹോദരിമാരാണ്. നീ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന, വീട്ടിലിരിക്കുന്ന നല്ല എനർജിയുള്ള പവർഫുൾ ആയ സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത്. സഹോദരിമാർ വിചാരിച്ചാലേ ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പാണ്, അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും.